നമസ്കാരം. ചാപ്റ്റർ ഓൺലൈൻ വഴിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 9ാം ക്ലാസ്സിലെ പേഴ്സ് ഓഫ് ഇക്വേഷൻസിന്റെ മൂന്നാമത്തെ ഭാഗമാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞ് നിർത്തിയിട്ടുണ്ടായിരുന്നു അല്ലേ? ആ സെക്ഷനിൽ ഇനി ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ടായിരുന്നു. അതായത് പേജ് നമ്പർ 36 അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. The distance traveled in t second by an object starting with a speed of u meter per second and moving along a straight line with a speed increasing at the rate of a meters per second. Every second is given by ut plus half at square. An object moving in this manner travels 10 meters in 2 seconds and 28 meters in 4 seconds. With what speed did it start and what rate does its speed change? അതായത് ഇത് നമ്മൾ ഫിസിക്സ് പഠിക്കുന്ന ഇക്വേഷൻ ബേസിലാണ് ഈ ക്വസ്റ്റ്യൻ. ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ ടി സെക്കൻഡ്. അപ്പം ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസിന് ഇൻ ടി സെക്കൻഡ്, അപ്പം ടൈം ടിയിലാണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റാർട്ടിങ് വിത്ത് എ സ്പീഡ് ഓഫ് യു മീറ്റർ പെർ സെക്കൻഡ്. അപ്പം സ്റ്റാർട്ടിങ് സ്പീഡ് യു ആണ്. അതുപോലെ തന്നെ നമ്മളൊരു വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സ്പീഡിലല്ലോ പിന്നെ ട്രാവൽ ചെയ്യുന്നത്. അതിൻ്റെ സ്പീഡ് ഇൻക്രീസ് ചെയ്യാം. ആ ഇൻക്രീസ് ചെയ്യുന്ന റേറ്റിനെയാണ് എ എന്ന് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ആ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഡിസ്പ്ലേസ്മെന്റ് കാണുന്ന ഇക്വേഷനാണ് നമുക്ക് അവർ തന്നിരിക്കുന്ന എസ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്നുള്ളത്. ഇത് വെച്ചാണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. അതിൽ എസ് എന്ന് പറഞ്ഞാൽ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ്, യു സ്റ്റാർട്ട് ചെയ്യുന്ന സ്പീഡ്, എ എന്ന് പറഞ്ഞാൽ ഇൻക്രീസിങ് റേറ്റ്. നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് സ്റ്റാർട്ടിംഗ് സ്പീഡും ഇൻക്രീസിംഗ് റേറ്റും. അവർ ആൻ ഒബ്ജക്റ്റ് മൂവിംഗ് ഇൻ ദിസ് മാനർ ട്രാവൽസ് 10 meters in 2 seconds. 2 സെക്കൻഡ് കൊണ്ട് 10 മീറ്ററിലെത്തി. പിന്നീടോ 4 സെക്കൻഡ് ആയപ്പോൾ അത് 28 മീറ്റർ പോയി. അപ്പോൾ അവിടെ സ്പീഡ് കൂടുന്നുണ്ടല്ലോ. അപ്പോൾ നമുക്ക് അവിടെ കണ്ടുപിടിക്കണം. ആദ്യം നമുക്ക് തന്നിരിക്കുന്നതൊക്കെ എഴുതാം. നമ്മൾ സ്റ്റാർട്ടിംഗ് സ്പീഡിനെ എന്തെടുക്കാം? യു എന്നും ഇൻക്രീസിംഗ് റേറ്റിനെ എ എന്നും എടുക്കും. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ അവർ പറഞ്ഞത് ആദ്യം 10 മീറ്റർ സഞ്ചരിച്ചു. 2 സെക്കൻഡ് കൊണ്ട് 10 മീറ്റർ സഞ്ചരിക്കുക എന്ന് പറയുമ്പോൾ അവിടുത്തെ ഡിസ്റ്റൻസ് അല്ലേ 10 മീറ്റർ. അപ്പൊ ആദ്യമേ ഒരു സെക്ഷൻ ഉണ്ട്. ഫസ്റ്റ് അവർ സഞ്ചരിച്ച ഡിസ്റ്റൻസ് അല്ലെങ്കിൽ എസ് എന്ന് പറയുന്നത് 10 ആണ് അല്ലെ? അവിടുത്തെ ടൈമോ 2 സെക്കൻഡ് ആണ്. എസ് 10 ആണ്, ടൈം 2 സെക്കൻഡ് ആണ്. ഇത് വെച്ച് നമുക്ക് ഇക്വേഷൻ ഉണ്ടാക്കിയെടുക്കാം. അതായത് ഈ ഇക്വേഷനകത്തോട്ട് കൊടുക്കാം. എസ് എന്ന് പറഞ്ഞാൽ 10 ആണ്. യു നമുക്ക് അറിഞ്ഞൂടാ, കണ്ടുപിടിക്കേണ്ടതാണ്. യു ടി ടി എന്ന് പറയുന്നത് ഇവിടെ തന്നിട്ടുണ്ട്. അവർ എത്ര സെക്കൻഡ് കൊണ്ടാണ്? 2 സെക്കൻഡ് കൊണ്ട്. അപ്പൊ 2 പ്ലസ് ഹാഫ് ഇൻറ്റു എ നമുക്ക് അറിഞ്ഞൂടാ, അത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. വീണ്ടും ടി 2 അല്ലയോ? ടി സ്ക്വയർ എന്ന് പറയുമ്പോൾ 2ന്റെ സ്ക്വയർ. അപ്പൊ എഴുതാം 2u. യു ഇൻറ്റു 2 എന്താണ്? 2u പ്ലസ് ഹാഫ് ഇൻറ്റു എ ഇൻറ്റു 2ന്റെ സ്ക്വയർ 4. ക്യാൻസൽ ചെയ്യുമ്പോൾ എത്ര വരും? 2 എന്ന് വരും. അപ്പൊ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ കിട്ടി? 2u പ്ലസ് ഇവിടുത്തെ ക്യാൻസൽ എല്ലാം കഴിഞ്ഞ് ബാക്കി എന്തുണ്ട്? 2a എന്ന് കിട്ടി. 10. അപ്പോൾ ഒരു ഇക്വേഷൻ കിട്ടി. 2u പ്ലസ് 2a ഇസ് ഈക്വൽ ടു 10. ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കാം. ഇക്വേഷൻ നമ്പർ 1 കിട്ടി. ഇനി രണ്ടാമത്തെ സെക്ഷൻ. ഇനി എന്ത് ചെയ്യാം? രണ്ടാമത്തെ സെക്ഷൻ കണ്ടുപിടിക്കാം. അവിടെ എന്താ അവർ പറഞ്ഞത്? 28 മീറ്റർ 4 സെക്കൻഡ് ഉണ്ട്. അപ്പം 28 മീറ്റർ എന്നുള്ളതാണ് ഡിസ്റ്റൻസ്. അപ്പം 28 ഈസ് ഈക്വൽ ടു 4 സെക്കൻഡ് ഇല്ലേ? അപ്പൊ ടൈമിന് പകരം 4. അപ്പം u ഇൻറ്റു 4 പ്ലസ് ഹാഫ് ഇൻറ്റു എ ഇൻറ്റു 4 സ്ക്വയർ അല്ലേ? u ഇൻറ്റു 4 പ്ലസ് ഹാഫ് ഇൻറ്റു എ ഇൻറ്റു 4 സ്ക്വയർ. ഒന്നുകൂടെ അറേഞ്ച് ചെയ്യുമ്പോൾ 28 ഈസ് ഈക്വൽ ടു എന്താണ്? u ഇൻറ്റു 4 എന്താണ്? 4u പ്ലസ് ഹാഫ് ഇൻറ്റു എ ഇൻറ്റു 4ന്റെ സ്ക്വയർ 16 എന്നാണ്. ശരിയല്ലേ? ക്യാൻസൽ ചെയ്യുമ്പോൾ 2 ഇൻറ്റു 16 എന്താണ്? 2ഉം 16 ക്യാൻസൽ ചെയ്ത് 8 എന്ന് കിട്ടി. അപ്പൊ നമുക്ക് എങ്ങനെ അറേഞ്ച് ചെയ്ത്? 4u പ്ലസ് 8a is equal to 28. അടുത്ത ഇക്വേഷൻ 4u plus 8a is equal to 28. ഇക്വേഷൻ നമ്പർ 2. രണ്ട് ഇക്വേഷൻ ആയല്ലോ. ഓക്കെ ആണല്ലോ? അപ്പൊ നമുക്ക് രണ്ട് ഇക്വേഷൻ കിട്ടി. ഇനി ആ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ പോവാം. ആ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒന്നാമത്തെ ഇക്വേഷൻ ഏതായിരുന്നു? ഇവിടെ ആ രണ്ട് ഇക്വേഷൻ കൂടെ എടുത്ത് മാറ്റി എഴുതാം. ഒന്നാമത്തെ ഇക്വേഷൻ 2u plus 2a is equal to 10. ഇക്വേഷൻ നമ്പർ 1. രണ്ടാമത്തെ ഇക്വേഷൻ 4u plus 8a is equal to 28. ഇക്വേഷൻ നമ്പർ 2. ഇവിടെ നമുക്ക് സോൾവ് ചെയ്യണമെങ്കിൽ പറഞ്ഞിട്ടുണ്ട് കോഎഫിഷ്യന്റ് ഈക്വൽ ആവണം. ഇവിടെ യുവിന്റെ കോഎഫിഷ്യന്റ് 2 ആണ്, ഇവിടെ 4 ആണ്, സെയിം അല്ല. ഇവിടെ എയുടെ 2 ആണ്, ഇവിടെ 8 ആണ്, സെയിം അല്ല. അപ്പൊ നമുക്ക് ഏതെങ്കിലും ഒരെണ്ണം സെയിം ആക്കാം. ആദ്യത്തെ സെയിം ആക്കാം. ഈ 2u എന്നുള്ളത് 4u എന്നാക്കണം. 2u എന്നുള്ളത് എന്താക്കണം? 4u ആക്കണം. നമുക്കറിയാം 2നെ 4 ആക്കണമെങ്കിൽ എത്ര കൊണ്ട് ഗുണിക്കണം? 2 കൊണ്ട് ഗുണിക്കണം. അപ്പൊ ഇക്വേഷൻ നമ്പർ 1നെ നമ്മൾ എന്ത് ചെയ്യാൻ പോവാ? ഇക്വേഷൻ നമ്പർ 1നെ 2 കൊണ്ട് ഗുണിക്കാൻ പോവാം. ഇക്വേഷൻ നമ്പർ 1നെ
നമ്മൾ 2 കൊണ്ട് ഗുണിക്കാം. ഈ ഇക്വേഷനെ ഫുള്ള് ഗുണിക്കാൻ പോകാം. 2u into 2 എങ്ങനെ വരും? 4u എന്ന് വരും. ഇത് വരും 4u എന്ന് വരും. പ്ലസ് 2a into 2 അവിടെ എന്താണ്? 4a എന്ന് വരും. അതായത് മൊത്തത്തിനെ 2 കൊണ്ട് ഗുണിക്കാം. ആദ്യത്തിനെ 2 കൊണ്ട് ഗുണിച്ച് 4u എന്നായി, അടുത്തതിനെ 2 കൊണ്ട് ഗുണിച്ച് 4a എന്നായി. അടുത്തത് is equal to 10 into 2 20 എന്ന് വന്നു. ഇക്വേഷൻ നമ്പർ 3. ഇനി നോക്കിയേ, ഇപ്പൊ ഈ രണ്ട് ഇക്വേഷൻ നോക്കിയേ, 4u കോഎഫിഷ്യന്റ് എന്തായി? സെയിം ആയി. അപ്പൊ നമുക്ക് അത് രണ്ടും കൂടെ എന്ത് ചെയ്താൽ മതി? സോൾവ് ചെയ്താൽ മതി. ഈ വീഡിയോ കണ്ടിട്ട് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എഴുതിയെടുത്തോണം. ഇക്വേഷൻ നമ്പർ 2 എന്തായിരുന്നു? 4u plus 8a is equal to 28. അടുത്തതോ 4u plus 4a is equal to 20 എന്നായിരുന്നു. ഇക്വേഷൻ ആണല്ലോ സോൾവ് ചെയ്യേണ്ടത്. സോൾവ് ചെയ്ത് നോക്കാം. സോൾവ് ചെയ്യുമ്പോൾ ഇത് രണ്ടും കൂടെ എന്ത് ചെയ്യും? 0. സോ ഇവിടെ സോൾവ് ചെയ്യാണ്ട് സെയിം ആയതുകൊണ്ട് മൈനസ് ചെയ്യാം. ഇവിടെ 0 ആയി പോയി. ബാക്കി 8a minus 4a. 8a minus 4a എന്ന് പറയുമ്പോൾ 4a എന്ന് വരും. is equal to 28 minus 20 8 എന്ന് കിട്ടി. അപ്പോൾ a is equal to 8/4 എന്ന് കിട്ടി. a എത്ര കിട്ടി? 2 എന്ന് കിട്ടി. നമ്മൾ a എന്ന് എടുത്തത് എന്തായിരുന്നു? അതിന്റെ ഇൻക്രീസിംഗ് റേറ്റ് ആയിരുന്നു. അപ്പം അവിടെ ഇൻക്രീസ് ചെയ്യുന്നത് 2 മീറ്റർ പെർ സെക്കൻഡിലാണ് അല്ലേ? ഇനി നമുക്ക് അതിന്റെ സ്റ്റാർട്ടിംഗ് സ്പീഡായ u കണ്ടുപിടിക്കണം. അതിനൊന്നുമില്ല, നമ്മുടെ ഇക്വേഷൻ അത് ഇട്ട് കൊടുത്താൽ മതി. നമ്മൾ ഒന്നാമത്തെ ഇക്വേഷനകത്ത് ഏതെങ്കിലും ഇക്വേഷനകത്ത് എയുടെ വാല്യൂ ഇട്ട് കൊടുത്താൽ മതി. നമുക്ക് ഏതെങ്കിലും ഒരു ഇക്വേഷൻ എടുക്കാം. ഒന്നാമത്തെ ഇക്വേഷൻ എന്ത് പറയുന്നത്? 2u plus 2a is equal to 10 എന്നായിരുന്നു. 2u plus 2a is equal to 10 എന്നല്ലായിരുന്നു. ഈ ഇക്വേഷനകത്ത് നമ്മളിപ്പോ കണ്ടുപിടിച്ച എയുടെ വാല്യൂ ഇട്ട് കൊടുക്കാം. അപ്പൊ 2u plus 2 into a ക്ക് വരെ എത്ര കിട്ടിയിരിക്കുന്നത്? 2 is equal to 10 എന്ന് കിട്ടി. അപ്പോൾ 2u is equal to 10. Sorry, അപ്പോൾ 2u plus 2 into 2 4 is equal to 10 എന്ന് കിട്ടി. Then 2u is equal to 10 minus 4 എന്ന് വരും അല്ലേ? അപ്പോൾ 2u is equal to 6 എന്ന് വരികയും u is equal to 6/2 3 എന്ന് കിട്ടും. u എത്ര കിട്ടി? 3. u എന്ന് പറയുന്നത് എന്താണ്? സ്റ്റാർട്ടിംഗ് സ്പീഡ്. അപ്പൊ അത് 3 മീറ്റർ പെർ സെക്കൻഡിലാണ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ അതിന്റെ ഇൻക്രീസിംഗ് റേറ്റ് എത്ര? ഒരു സെക്കൻഡിൽ 2 മീറ്റർ വീതം അത് കൂടി പോകും. അങ്ങനെയാണ് നമ്മൾ 28 മീറ്റർ 4 സെക്കൻഡ് കൊണ്ട് കവർ ചെയ്തത്. ഓക്കെ ആണല്ലോ? ഓക്കെ, നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന അടുത്ത സെക്ഷൻ 2 ഇക്വേഷൻസ് എന്ന ഹെഡിങ് കൊടുത്ത് അടുത്ത സെക്ഷൻ പഠിക്കാൻ പോകും. ഇതേപോലെ തന്നെയാണ്. വലിയ 2 ഇക്വേഷൻസ് എന്നൊക്കെ പറഞ്ഞ് വരുന്നേ ഉള്ളൂ. നമ്മൾ കോഎഫിഷ്യന്റ് സെയിം ആക്കുന്നതിന് ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുന്നേ ഉള്ളൂ. നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. The price of 2 pens and 3 notebooks is 40 rupees and the price of 2 pens and 5 notebooks is 60 rupees. What is the price of a pen and a price of a notebook? ഇവിടെ കണ്ടുപിടിക്കേണ്ടത് ഒരു പേനയുടെയും ഒരു ബുക്കിന്റെ വില. അത് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ആദ്യമേ പ്രൈസ് ഓഫ് എ പെൻ. പ്രൈസ് ഓഫ് എ പെൻ എന്നതിനെ x എന്നും, അടുത്ത പ്രൈസ് ഓഫ് എ നോട്ട്ബുക്ക്, ഒരു നോട്ട്ബുക്കിന്റെ വിലയെ y എന്നും എടുക്കാം. ഒരു പേനയുടെ വില x എന്നും ഒരു നോട്ട്ബുക്കിന്റെ വില y എന്നും എടുത്താൽ നമുക്ക് എക്സിന്റെ വൈയുടെ വാല്യൂ കണ്ടുപിടിച്ചാൽ മതിയല്ലോ. ഇനി അവർ പറയുന്ന കണ്ടീഷൻസ് നോക്കിയേ. ഒന്നാമത്തെ കണ്ടീഷൻ, ദ പ്രൈസ് ഓഫ് 2 pens and 3 notebooks അല്ലെ? ഒരു പേനയുടെ വില x ആണെങ്കിൽ 2 പേനയുടെ വില എന്തായിരിക്കും? 2x ആയിരിക്കും അല്ലെ? ഒരു പേനയുടെ വില x ആണെങ്കിൽ 2 പേനയുടെ വില 2x ആയിരിക്കും. എന്തുകൊണ്ടാ? ദ പ്രൈസ് ഓഫ് 2 pens and 3 notebooks. അപ്പം ഒരു നോട്ട്ബുക്കിന്റെ y ആണെങ്കിൽ 3 നോട്ട്ബുക്കിന്റെ 3y ആയിരിക്കും. ശരിയല്ലേ? അപ്പൊ നമുക്ക് നോക്കാം. 2 പേനയും 3 ബുക്കും അല്ലെ? ദ പ്രൈസ് ഓഫ് 2 pen and 3 notebooks. 2 പേനയുടെ വില എന്താണ്? 2 പേനയുടെ വില 2x പ്ലസ് 3 നോട്ട്ബുക്കിന്റെ വില 3y. അത് എത്രയാണ് തന്നിരിക്കുന്നത്? 14 തന്നിട്ടുണ്ട് അല്ലേ? 14 തന്നിട്ടുണ്ടല്ലോ. ഇനി അടുത്ത കണ്ടീഷൻ എന്താണ് പറയുന്നത്? The price of 2 pens and 5 notebooks. 2 പേനയും 5 നോട്ട്ബുക്കും. അപ്പൊ 2 പേനയും 5 നോട്ട്ബുക്കും അതിന്റെ വില എത്ര രൂപയാണ്? 60 രൂപയാണ്. അതിന്റെ വില എത്ര രൂപയാണ്? 60 രൂപ. അപ്പൊ നമുക്ക് 2 ഇക്വേഷൻ കിട്ടി. ഇക്വേഷൻ നമ്പർ 1ഉം ഇക്വേഷൻ നമ്പർ 2ഉം കിട്ടി. ഓക്കെ ആണല്ലോ? ഇക്വേഷൻ നമ്പർ 1ഉം ഇക്വേഷൻ നമ്പർ 2 അവർ നേരിട്ട് തന്നേക്കുക. നമ്മളൊന്നും കണ്ടുപിടിച്ചെടുക്കുന്നില്ല. 2 ഇക്വേഷൻ കിട്ടി. ഇനി നമ്മൾ സോൾവ് ചെയ്യാന്നുള്ളൂ. സോൾവ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യണം? കോഎഫിഷ്യന്റ് സെയിം ആക്കണം അല്ലേ? ഇവിടെ നോക്കിയേ, എക്സിന്റെ കോഎഫിഷ്യന്റ് എന്താണ്? സെയിം ആണ്. എക്സിന്റെ കോഎഫിഷ്യന്റ് സെയിം ആണെങ്കിൽ നമുക്ക് ഇനി വേറെ കാര്യങ്ങളൊന്നും ചിന്തിക്കേണ്ടല്ലോ. ചെയ്താൽ അപ്പൊ നമുക്ക് ഇക്വേഷൻ സോൾവ് ചെയ്തെടുത്താൽ മതി. ഇവിടെ നോക്കിയേ, നമുക്ക് ചെയ്യാൻ എളുപ്പത്തിൽ ഇവിടെ അറിയാം. കോഎഫിഷ്യന്റ് സെയിം ആയിട്ട് മൈനസ് ചെയ്യുക ചെയ്യുന്നത്. കോഎഫിഷ്യന്റ് സെയിം ആയിട്ട് എന്തോ ചെയ്യുന്നത്? മൈനസ് ചെയ്യുക. അപ്പൊ നമുക്ക് മൈനസ് ചെയ്താലും ചെയ്യാം, 14 ഇങ്ങോട്ടും ചെയ്യാം, തിരിച്ചും ചെയ്യാം. അപ്പൊ നമുക്ക് നോക്കി എളുപ്പം ചെയ്യാൻ 60 നിന്ന് 40 കുറയ്ക്കുന്നതല്ലേ? അപ്പൊ 2 നിന്ന് 1 കുറയ്ക്കാം. ഈ ഇക്വേഷൻ ആദ്യം എഴുതാം. എന്താണ്? 2x പ്ലസ് 5y is equal to 60. അടുത്തതോ 2x പ്ലസ് 3y is equal to 40. അത് നമുക്ക് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി അറേഞ്ച് ചെയ്യാം, നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് ചെയ്യാം.
തിരിച്ചു ചെയ്യാൻ കുഴപ്പമില്ല, മൈനസ് വരുന്നേ ഉള്ളൂ, വീണ്ടും ഇക്വേറ്റ് ചെയ്ത് കളയുകയും ചെയ്യാം. അപ്പൊ ഇവിടെ നോക്കാം, മൈനസ് ചെയ്യുക, 2x മൈനസ് 2x 0, 5y മൈനസ് 3y, 5y നിന്നും 3y പോയാൽ ബാക്കി എത്ര y ഉണ്ട്? 2y. ഓക്കെ, 60 മൈനസ് 40 എത്ര വരും? 60 നിന്നും 40 പോയാൽ ബാക്കി 20 എന്ന് കിട്ടി. y is equal to 20/2 എന്ന് കിട്ടി. 20/2 എത്രയാണ്? 10 എന്ന് കിട്ടി. y എത്ര കിട്ടി? 10. എന്താണ് നമ്മൾ y കണ്ടുപിടിച്ചത്? പ്രൈസ് ഓഫ് എ നോട്ട്ബുക്ക്. അപ്പൊ ലാസ്റ്റ് എഴുതി വെച്ചോണം, ഇവിടുത്തെ വായിച്ച എഴുതല്ല, ലാസ്റ്റ് എഴുതി വെക്കണം. പ്രൈസ് ഓഫ് എ നോട്ട്ബുക്ക് ഈസ് ഈക്വൽ ടു എന്താണ്? ₹10. ഇനി എന്താ? ഒരു പേനയുടെ വില. y കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഇക്വേഷൻ അതിട്ട് കൊടുത്താൽ മതിയല്ലോ. നമ്മൾ ഏതെങ്കിലും ഒരു ഇക്വേഷൻ എടുക്കാം. 2x പ്ലസ് 3y ഈസ് ഈക്വൽ ടു 40 എന്നുള്ള ഇക്വേഷൻ അത് y യുടെ വാല്യൂ ഇട്ട് കൊടുക്കാം. 2x പ്ലസ് 3 ഇൻറ്റു y എത്രയാണ്? 10 ഈസ് ഈക്വൽ ടു 40 എന്ന് കിട്ടി. അപ്പം 2x പ്ലസ് 3 ഇൻറ്റു 10 30 ഈസ് ഈക്വൽ ടു നമുക്ക് എത്ര കിട്ടി? 40 എന്ന് കിട്ടി. അപ്പൊ 2x ഈസ് ഈക്വൽ ടു 40 മൈനസ് 30 എന്ന് വരും അല്ലേ? സോ 2x ഈസ് ഈക്വൽ ടു എത്ര വരും? 10 എന്ന് വരും. അപ്പൊ x ഈസ് ഈക്വൽ ടു 10/2 എത്രയാണ്? 5 എന്ന് കിട്ടി. ഈ 2 അപ്പുറത്ത് പോയി ഡിവൈഡ് ചെയ്ത് 5 എന്ന് കിട്ടി. x എന്ന് വാല്യൂ എടുത്ത് നമ്മൾ എന്തിന്റെയാണ്? പേനയുടെ വില. അപ്പൊ പേനയുടെ വില ഏതാ? ലാസ്റ്റ് രണ്ടും എഴുതി വെച്ചോണം. ₹5 അല്ലേ? 5 രൂപയാണ് ഒരു പേനയുടെ വില. ബുക്കിന്റെ വിലയോ? 10 രൂപ. ശരിയല്ലേ? കിട്ടിയല്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ദ പ്രൈസ് ഓഫ് 3 pencils and 4 pens. The price of 3 pencils and 4 pens is 26 rupees. And for 6 pencils and 3 pens is 27 rupees. What is the price of each? ഇപ്പൊ ചെയ്തതുപോലെ തന്നെ അല്ലേ? ഇവിടെ പെൻസിലിന്റെയും പേനയുടെയും വിലയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് വീണ്ടും പഴയതുപോലെ തന്നെ എക്സും വൈയും കൊടുക്കാം. പ്രൈസ് ഓഫ് എ പെൻസിലിനെ എക്സ് എന്നും പ്രൈസ് ഓഫ് എ ഒരു പേനയുടെ വില വൈ എന്നും കൊടുത്താൽ എക്സും വൈയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. പെൻസിലിന്റെ വില എക്സ് എന്നും പേനയുടെ വില എന്ന് കൊടുക്കാം? വൈ എന്നും കൊടുക്കാം. ഇനി അത് പറയുന്നത് എന്താ? നമുക്കൊക്കെ പറയുന്ന കണ്ടീഷൻ വെച്ച് ആദ്യത്തെ 3 pencils and 4 pens, 3 പെൻസിലും 4 പേനയും. അപ്പൊ 3 pencils 3x പ്ലസ് 4 pen 4y. 3 pencils and 4 pens is equal to 26 rupees. ശരിയല്ലേ? 3 pencils and 4 pens. അടുത്തോ 6 pencils. അപ്പൊ 6x പ്ലസ് 3 pens 6 pencils and 3 pens. 6 pencils and 3 pens എന്നുള്ളത് ഏതാണല്ലോ? അതിന്റെ വില എത്രയാണ് വന്നിരിക്കുന്നത്? 27 rupees. ഓക്കെ ആണല്ലോ? ഇക്വേഷൻ നമ്പർ 1, ഇക്വേഷൻ നമ്പർ 2. രണ്ട് ഇക്വേഷൻ കിട്ടിയല്ലോ. നമുക്കിനി എന്ത് ചെയ്താൽ മതി? സോൾവ് ചെയ്താൽ മതി. ആദ്യം നോക്കേണ്ടത് കോഎഫിഷ്യന്റ് സെയിം ആണോ? അല്ലല്ലോ, കോഎഫിഷ്യന്റ് സെയിം അല്ല. 3യുടെ 6 ആക്കണം, അല്ലെങ്കിൽ 4y 3y ആക്കാൻ പറ്റില്ല. അപ്പൊ ഇവിടെ നമുക്ക് 3xനെ 6x ആക്കാം. 3xനെ 6x ആക്കാൻ എത്ര കൊണ്ട് ഓടിക്കണം? 3a 6 ആവണമെങ്കിൽ 2 കൊണ്ട് ഓടിക്കണം. അപ്പൊ ഇക്വേഷൻ നമ്പർ 1നെ നമുക്ക് എന്ത് ചെയ്യാം? ഇക്വേഷൻ നമ്പർ 1നെ 2 കൊണ്ട് ഓടിക്കാം. ഇക്വേഷൻ നമ്പർ 1നെ ഫുള്ള് നമ്മൾ എന്ത് ചെയ്യാൻ പോവാ? 2 കൊണ്ട് ഓടിക്കാൻ പോവാ. അപ്പൊ 3x into 2 എന്ന് പറയുന്നത് എത്ര കിട്ടും? 6x പ്ലസ് 4y into 2 എത്രയാണ്? 8y is equal to 26 into 2. 26 into 2 എത്രയാണ്? 52. അപ്പം ഇക്വേഷൻ പുതിയൊരു ഇക്വേഷൻ കിട്ടി, ഇക്വേഷൻ നമ്പർ 3. ഇപ്പൊ എന്താ നോക്കിയേ? ഇക്വേഷൻ നമ്പർ 3യുടെയും ഇക്വേഷൻ നമ്പർ 2ന്റെയും കോഎഫിഷ്യന്റ് എന്താണ്? സെയിം ആണ്. അപ്പൊ പിന്നെ അടുത്ത് സോൾവ് ചെയ്താൽ മതിയല്ലോ. ഈ ഇക്വേഷനോട് എഴുതി എന്ത് ചെയ്യാം? അതിന്റെ കൂടെ സോൾവ് ചെയ്യുക. 6x പ്ലസ് 3y is equal to 27. മാറ്റി എഴുതി ചെയ്തോണം. സോൾവ് ചെയ്യാൻ പോവാം. അപ്പൊ ഇവിടെ കോഎഫിഷ്യന്റ് സെയിം ആണ്, നമുക്ക് കുറച്ചാൽ മതി. 0 ആയി പോയി. 8y മൈനസ് 3y. 8y മൈനസ് 3y എന്ന് പറഞ്ഞാൽ എന്തേലും 5y is equal to 52 മൈനസ് 27. 52 മൈനസ് 27 എന്നുള്ളത് 25 എന്ന് കിട്ടും. കുറച്ച് നോക്കിക്കണം. 52 നിന്നും 27 പോയാൽ ബാക്കി എത്രയാണ്? 25. ഇതിൽ നിന്ന് നമ്മൾ എന്ത് കണ്ടുപിടിക്കാൻ പോവാണ്? y കണ്ടുപിടിക്കാൻ പോവാണ്. 25 ബൈ ഈ ഇൻറ്റു 5 എന്നുള്ളത് അവിടെ ബൈ 5. എത്ര കിട്ടി? 5 എന്ന് കിട്ടി. എന്താണ് നമ്മൾ y എന്ന് എടുത്തത്? ഒരു പേനയുടെ വില. ഒരു പേനയുടെ വില എത്ര രൂപ കിട്ടി? ₹5. ഇനി കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഒരു പെൻസിലിന്റെ വില അല്ലേ? നമുക്കറിയാം, നമ്മുടെ ഇക്വേഷൻ ആദ്യത്തെ ഇക്വേഷൻ കൊടുക്കാം. 3x plus 4y is equal to 26. 3x plus 4y is equal to 26. നോക്കാം. 3x എന്നുള്ളത് നമുക്ക് എക്സിന്റെ വാല്യൂ കിട്ടിയിട്ടില്ല, അപ്പം വൈയുടെ വാല്യൂ കിട്ടിയിട്ടുണ്ട്. അപ്പൊ 3x പ്ലസ് 4 into y എത്രയാണ് കിട്ടിയിരിക്കുന്നത്? 5 is equal to 26. Therefore 3x plus 4 into 5 എത്രയാണ്? 20 is equal to 26 കിട്ടി. അപ്പൊ 3x is equal to 26 മൈനസ് എന്താണ്? 26 മൈനസ് 20 എന്ന് കിട്ടും. അപ്പൊ 3x is equal to എത്രയാണ്? 26 മൈനസ് 20
6. X is equal to 6/3. by 3 കിട്ടിയത് മനസ്സിലായല്ലോ. ഈ 3 ഇപ്പുറത്ത് വന്ന് by 3. 2 എന്ന് കിട്ടി. എക്സിന്റെ വാല്യൂ എത്ര കിട്ടി? 2. അപ്പോൾ ഒരു പെൻസിലിന്റെ വില rupees ഇതാണ് 2 എന്ന് കിട്ടി. അപ്പോൾ ഒരു പേനയുടെ വില 5 രൂപയും ഒരു പെൻസിലിന്റെ വില 2 രൂപയും. നമ്മൾ ചെയ്ത ആൻസർ കിട്ടി. ഈ കണ്ടീഷൻസ് ഒക്കെ ശരിയാണെന്ന് നോക്കണം. 3 പെൻസിലും 4 പേനയും ഒക്കെ ചേരുമ്പോൾ 26 രൂപയാണെന്നൊക്കെ നോക്കിക്കോണം. 5 small buckets and 2 large buckets of water make 20 liters. 2 small buckets and 3 large buckets makes only 90 liters. How much water can each bucket hold? ഇതാണ് ക്വസ്റ്റ്യൻ അല്ലേ. എന്താണ് പറഞ്ഞിരിക്കുന്നത്? 5 ചെറിയ ബക്കറ്റും 2 വലിയ ബക്കറ്റും അല്ലെ 5 ചെറിയ ബക്കറ്റും 2 വലിയ ബക്കറ്റോടെ ചേരുമ്പോൾ 20 ലിറ്റർ വെള്ളമാകും. അതേപോലെ തന്നെ അതേ ബക്കറ്റിൽ തന്നെ 2 ചെറിയ ബക്കറ്റ് വെള്ളവും 3 വലിയ ബക്കറ്റ് വെള്ളവും എടുക്കുമ്പോൾ 19 ലിറ്ററും ആകും. അങ്ങനെയാണെങ്കിൽ ഓരോ ബക്കറ്റിലും കൊള്ളുന്ന വെള്ളത്തിന്റെ അളവാണ് അല്ലേ. ഓരോ ബക്കറ്റിലും കൊള്ളുന്ന വെള്ളത്തിന്റെ അളവ് അല്ലേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? എമൗണ്ട് ഓഫ് വാട്ടർ ഹോൾഡിംഗ് സ്മാൾ ബക്കറ്റ്, അതിനെ നമുക്ക് എക്സ് കൊടുക്കാം. അതായത് ചെറിയ ബക്കറ്റിൽ കൊള്ളുന്ന വെള്ളത്തിന്റെ അളവിനെ എക്സ് എന്നും വലിയ ബക്കറ്റിൽ കൊള്ളുന്ന വെള്ളത്തിന്റെ അളവിനെ എന്ത് ചെയ്യാം? y എന്ന് എടുക്കാം. എമൗണ്ട് ഓഫ് വാട്ടർ ഹോൾഡിംഗ് സ്മാൾ ബക്കറ്റ് ഈസ് ഈക്വൽ ടു എക്സ് എന്നും എമൗണ്ട് ഓഫ് വാട്ടർ ഹോൾഡിംഗ് ലാർജ് ബക്കറ്റ് ഈസ് ഈക്വൽ ടു y എന്ന് എടുക്കാം. ഇനി അവരുടെ കണ്ടീഷൻസ് നോക്കാം. ഒന്നാമത് പറഞ്ഞെന്തായിരുന്നു? 5 small buckets and 2 large buckets. 5 ചെറിയ ബക്കറ്റും 2 വലിയ ബക്കറ്റും. 5 ചെറിയ ബക്കറ്റ് എന്ന് പറയുമ്പോൾ 5x plus 2 2 വലിയ ബക്കറ്റ് ഈസ് ഈക്വൽ ടു 2y. അങ്ങനെ എത്ര ലിറ്റർ ആയിരുന്നു? 20 ലിറ്റർ കിട്ടും അല്ലേ. അടുത്ത ഇനി എന്താ പറഞ്ഞേക്കുന്നത്? 2 small buckets and 3 large bucket. 2 small bucket and 3 large bucket അല്ലേ. x എന്നുള്ളത് സ്മാളും y എന്നുള്ളത് ലാർജും ആകുമ്പോൾ 2 small buckets and 3 large bucket. അത് എത്ര ലിറ്റർ ആണ്? 19 ലിറ്റർ എന്ന് കിട്ടും. രണ്ട് ഇക്വേഷൻ കിട്ടിയല്ലോ. ഇക്വേഷൻ നമ്പർ 1 എന്നും ഇക്വേഷൻ നമ്പർ 2 എന്നും കൊടുക്കാം. ഇനി നമ്മളിവിടെ നോക്കേണ്ട കാര്യം എന്താണ്? കോഎഫിഷ്യന്റ് സെയിം ആക്കുക. നോക്കിയേ, 5x നെ 2x ആക്കാൻ പറ്റത്തില്ല, ഇൻഡ് ചെയ്യാൻ പറ്റത്തില്ല. അതേപോലെ 2y നെ 3y ആക്കാൻ പറ്റത്തില്ല. ഇനി മുതലാണ് നമ്മൾ പുതിയൊരു രീതി പഠിക്കാൻ പോകുന്നത്. അതായത് ഏതെങ്കിലും ഒരു വേരിയബിളിന്റെ കോഎഫിഷ്യന്റിനെ മാറ്റാൻ പറ്റുന്നില്ലെങ്കിൽ, ഒന്നിന്റെയും മാറ്റാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മളിവിടെ ചെയ്യേണ്ട കാര്യം ശ്രദ്ധിക്കുക. 5x നെ 2x ഓ 2x നെ 5x ഓ ആക്കാൻ പറ്റത്തില്ല. അതേപോലെ 2y യെ 3y ഓ 3y യെ 2y ആക്കാൻ പറ്റത്തില്ല, ഇൻഡു ചെയ്ത് പറ്റത്തില്ല അല്ലേ. നമുക്കിവിടെ ഇൻഡു അല്ലെ ഡിവിഷനെ ചെയ്യാൻ പറ്റും. ഇവിടെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യമേ ഇവിടുത്തെ നമുക്ക് x ആണ് സെയിം ആക്കേണ്ടതെങ്കിൽ ഫസ്റ്റ് ഇക്വേഷനിലെ എക്സിന്റെ കോഎഫിഷ്യന്റ് എത്രയാണ്? 5 ആണ്. ഫസ്റ്റ് ഇക്വേഷനിലെ എക്സിന്റെ കോഎഫിഷ്യന്റ് 5 ആണ്. രണ്ടാമത്തെ ഇക്വേഷനിലെ എക്സിന്റെ കോഎഫിഷ്യന്റോ 2 ആണ്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഗുണിക്കുക. അതായത് ഒന്നാമത്തെ ഇക്വേഷനെ ഈ 2 കൊണ്ടും രണ്ടാമത്തെ ഇക്വേഷനെ ഈ 5 കൊണ്ടും ഗുണിക്കുക. ശ്രദ്ധിക്കുക, ഒന്നാമത്തെ ഇക്വേഷനെ ഏത് കോഎഫിഷ്യന്റ് ആണോ എക്സിന്റെ ആണ് മാറ്റേണ്ടതെങ്കിൽ ആ എക്സിന്റെ കോഎഫിഷ്യന്റിനെ കൊണ്ട് രണ്ടാമത്തെ ഇക്വേഷനെ ഫുള്ള് ഗുണിക്കുക. അതേപോലെ തന്നെ രണ്ടാമത്തെ ഇക്വേഷനിലെ എക്സിന്റെ കോഎഫിഷ്യന്റിനെ കൊണ്ട് മേളിലും ഗുണിക്കുക. നമ്മൾ നേരത്തെ ചെയ്ത കണക്കുകളെല്ലാം ഈ രീതി ഉപയോഗിച്ച് ചെയ്യാം. ഓക്കെ, ഇതാ നോക്കാം. ആദ്യത്തെ ഇക്വേഷൻ ഏതുകൊണ്ടാണ് ഗുണിക്കേണ്ടത്? 2 കൊണ്ടാണ് ഗുണിക്കേണ്ടത്. അപ്പൊ ഇക്വേഷൻ നമ്പർ 1നെ നമുക്ക് ഗുണിക്കേണ്ടത് 2 കൊണ്ടാണ് അല്ലേ. രണ്ടാമത്തെ എക്സിന്റെ കോഎഫിഷ്യന്റ് വേണം ഗുണിക്കാൻ. രണ്ടാമത്തെ ഏതാണ്? 2 കൊണ്ട്. ആദ്യത്തെ ഇക്വേഷനെ മൊത്തം ഗുണിക്കാൻ പോകും. 5x into 2. 5x into 2 എന്താണ്? 10x plus 2y into 2 4y is equal to 20 into 2 എത്രയാണ്? 40. പുതിയൊരു ഇക്വേഷൻ കിട്ടി, ഇക്വേഷൻ നമ്പർ 3. അടുത്ത ഇനി എന്തോ ചെയ്യാൻ പോകുന്നത്? രണ്ടാമത്തെ ഇക്വേഷനെ ഒന്നാമത്തെ ഇക്വേഷനിലെ എക്സിന്റെ കോഎഫിഷ്യന്റ് കൊണ്ട് വേണം ഗുണിക്കാൻ. ഒന്നാമത്തെ ഇക്വേഷനിലെ എക്സിന്റെ കോഎഫിഷ്യന്റ് ഏതാണ്? 5 ആണ്. അപ്പൊ രണ്ടാമത്തെ ഇക്വേഷനെ ഗുണിക്കേണ്ടത് എന്തുകൊണ്ടാണ്? 5 കൊണ്ട്. നോക്കാം, 2x into 5 എന്ന് പറയുമ്പോൾ 10x plus 3y into 5 15y is equal to 19 into 5 എത്ര കിട്ടും? 95 കിട്ടി. ഇക്വേഷൻ നമ്പർ 4. ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി? ഈ രണ്ട് ഇക്വേഷൻ എന്ത് ചെയ്താൽ മതി? സോൾവ് ചെയ്തിട്ടാൽ മതി. ഇവിടെ സോൾവ് ചെയ്യാൻ വേണ്ടി കോഎഫിഷ്യന്റ് സെയിം ആണല്ലോ. ഇവിടെ മൈനസ് വരുന്ന പ്ലസ് വരുന്ന നോക്കണ്ട. കോഎഫിഷ്യന്റ് സെയിം ആയതുകൊണ്ട് നമുക്ക് മൈനസ് ചെയ്യാം. 10x minus 10x 0 ആയി പോയി. ബാക്കി 4y minus 15y. 4y minus 15y എന്നാണ് വന്നിരിക്കുന്നത്. അപ്പൊ 4ൽ നിന്നും 15 കുറയ്ക്കുന്നത്. അപ്പൊ ഇവിടെ വലുതിനും ചെറുതല്ല കുറയ്ക്കുന്നത്. അപ്പൊ നമുക്ക് മൈനസ് കൊടുക്കണം. 4ൽ നിന്ന് 15 പോകുമ്പോൾ മൈനസ് എത്രയാണ്? 11y. മൈനസ് 11y ഈസ് ഈക്വൽ ടു ഇവിടെ അതേപോലെ തന്നെ 40 മൈനസ് 95 വന്ന അല്ലെ. 40ൽ നിന്നും 95 കുറയും. അപ്പൊ മൈനസ് 55 എന്ന് കിട്ടും. മൈനസ് 55. രണ്ട് സൈഡിലും മൈനസ് വന്നാൽ നമുക്ക് എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്ത് കളയാം കേട്ടോ. ബാക്കി എന്ത് വന്ന്
11, y is equal to 55 എന്ന് വന്നു. Therefore y is equal to 55/11. എത്രയാണ്? 5 എന്ന് കിട്ടി. y എത്ര കിട്ടി? 5. അതായത് y എന്ന് നമ്മൾ എടുത്തെന്താ? എമൗണ്ട് ഓഫ് വാട്ടർ ഹോൾഡ് ഇൻ ലാർജ് ബക്കറ്റ്. അപ്പോൾ വലിയ ബക്കറ്റിനകത്ത് എത്ര കൊള്ളും? 5 ലിറ്റർ കൊള്ളും. ഇനി ചെറിയ ബക്കറ്റ് കണ്ടുപിടിക്കണമല്ലോ. x ന്റെ വാല്യൂ നമ്മുടെ ഇക്വേഷൻ നമ്പർ 1 ഇട്ട് കൊടുക്കാം. ലാസ്റ്റ് ആണ് എഴുതേണ്ടത്. 5x plus 2y is equal to 20 എന്നുള്ളതാണ് ഇക്വേഷൻ നമ്പർ 1. ഇതിൽ നമ്മൾ y യുടെ വാല്യൂ കണ്ടുപിടിച്ച് വെച്ചേക്കുന്നത് കൊണ്ട് 5x plus 2 into y യുടെ വാല്യൂ എത്രയാണ്? y യുടെ വാല്യൂ 5 ആണ്. Therefore is equal to 20. അങ്ങനെയാണെങ്കിൽ 5x plus 10 is equal to 20. Therefore 5x is equal to 20 minus 10. എത്ര കിട്ടി? 10 എന്ന് കിട്ടി. 5x is equal to 10 എന്ന് കിട്ടിയാൽ x is equal to 10/5 എന്ന് കിട്ടും. x is equal to 10/5. 10/5 എത്രയാണ്? 2 എന്ന് കിട്ടി. x എന്ന് കിട്ടിയ എന്താ? ചെറിയ ബക്കറ്റിൽ കൊള്ളുന്ന വെള്ളം എത്രയാണ്? 2 ലിറ്റർ. ഇത് എഴുതി വെക്കേണ്ട ലാസ്റ്റ് ആണ്. എന്താ? എമൗണ്ട് ഓഫ് വാട്ടർ ഹോൾഡ് ഇൻ സ്മാൾ ബക്കറ്റ് 2 ലിറ്റർ. അതേപോലെ തന്നെ എമൗണ്ട് ഓഫ് വാട്ടർ ഹോൾഡ് ഇൻ ലാർജ് ബക്കറ്റ് എന്നുള്ളത് എത്രയാണ്? 5 ലിറ്റർ. എഴുതി വെച്ചോണം. ഓക്കെ ആണല്ലോ? അപ്പൊ നമുക്ക് കിട്ടിയല്ലോ. അപ്പൊ ഇത്രയും എക്സാമ്പിൾസ് ആണ് അവർ തന്നിരിക്കുന്നത്. ഇനി ഒരു 3-4 എക്സസൈസുകളുണ്ട്. ഇതേപോലെ എന്താണ്? 2 തവണയും ഗുണിക്കുന്നത്, അതായത് ഇക്വേഷൻ നമ്പർ 1നെയും 2നെയും ഗുണിച്ച് മാറ്റുന്ന ഒരു 3-4 എക്സസൈസ് ഉണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഇപ്പം ഇത്രയുമാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിച്ചത്. അപ്പൊ എല്ലാവരും നന്നായിട്ട് ചെയ്തു നോക്കുക. നോട്ട്സ് ഒക്കെ കൃത്യമായിട്ട് എഴുതിയെടുക്കുക. അടുത്ത ക്ലാസ്സിൽ